രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ. അപ്പോൾ ഞാൻ വേഗം അരി എടുത്ത് അടപ്പത്തിടണം കേട്ടോ. അതാകുമ്പോൾ പിന്നെ പണിയിൽ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോറായി കിട്ടും. റേഷനരി ഏകാനും ചെമ്മിലാണ് കേട്ടോ വെക്കണത്. അല്ലാത്ത അരികളൊക്കെ ഞാൻ കുക്കറിലാണ് വെക്കാറ്. പിന്നെ അജിക്ക് ഇന്നലെ വരുമ്പോൾ ചെമ്മീൻ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് വേഗം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടാ. ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ്. ദുവാക്കുന്നല്ല, ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കറിയാണ് പരിപ്പ് കറി. എത്ര ഉണ്ടാക്കിയാലും ഇവിടെ ആർക്കും മടുപ്പ് വരില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളക് ഇടില്ല കേട്ടോ. ഇത് വെന്തതിന് ശേഷം കുറച്ച് കറിമുളക് മാറ്റിയിട്ട് തൂമിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മുളകും പൊടി ഇടാറ്. ഇന്ന് നല്ല തേങ്ങ അരച്ച ചെമ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ അരച്ച കറി എനിക്ക് ഇഷ്ടമാണെങ്കിലും പക്ഷേ എനിക്ക് തേങ്ങ ചിരകാൻ ഇഷ്ടമില്ല. അതാണ് കേട്ടോ ഇവിടെ എന്നും മുളകിട്ട് വെക്കണത്. ഇന്ന് എന്തായാലും വേണ്ടിയില്ല, നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടി ഇന്ന് തേങ്ങ അരച്ചിട്ട് തന്നെ ചെമ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങയ്ക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്പി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറായിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വേഗം മൂറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഊറ്റി വെച്ചുമ്പോൾ നമ്മളെ കറിയിലത്തെ പണി കിടക്കണം കേട്ടോ. അങ്ങനെ അതാ മിക്സിയിൽ നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പുളി കുറേ ഉണ്ടാകുന്ന വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കഴുകി വൃത്തിയാക്കി ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ അരപ്പിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ കറി വറ്റി വരുമ്പോൾ നമ്മുടെ മീനും നല്ലോണം വെന്ത് കിട്ടുമല്ലോ. ചെമ്മീൻ അത്യാവശ്യം വേവുള്ള മീനാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപ്പ് ഉണ്ണികൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന് ഞാൻ പരിപ്പ് തൂമിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കടുകും വേപ്പിൻ്റെ ഇലയും മറ്റേ ഉണക്കമുളകും ഒത്തിരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ മണം. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് കായം പറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ പൊരിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റിച്ച്. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നപ്പോൾ ഞാൻ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതും അങ്ങോട്ട് തൂമിച്ചെടുത്തിട്ടാണ്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉണ്ണികളൊക്കെ അവിടെ വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേഗം ചോറ് കൊടുക്കാമായിരുന്നു കേട്ടോ. പരിപ്പ് കറി കൂട്ടിയിട്ട് ദുവാക്കും, മറ്റേ മീൻ കറി കൂട്ടിയിട്ട് ആമിക്കുമാണ് കേട്ടോ. അപ്പോൾ അതാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മീൻ കറി കൂട്ടുമ്പോൾ ആമിക്ക് ഈ എരിവൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ദുവാക്കും ഇഷ്ടമാണ്, പക്ഷേ ഇടയ്ക്ക് അവൾക്ക് തോന്നണം തിന്നണോ വേണ്ടേന്ന്.